നമ്മുടെയൊക്കെ വീട്ടിനൊക്കെ മുറ്റത്ത് നിൽക്കുന്ന ഈ ഒരു കറിവേപ്പിലയിൽ ഇതുപോലുള്ള ഫ്ലവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. മുടി വളരാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു പൂവ്. ഈ ഒരു പൂ നിങ്ങൾ ഇതുപോലെയുള്ള ഈ ഒരു ചില സമയങ്ങളിലൊക്കെ ഇതുപോലെ കറിവേപ്പില പൂവ് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള എല്ലാ പൂക്കളും ഇതുപോലെ ഒന്ന് ശേഖരിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ നമുക്കുണ്ടല്ലോ ഒരു മുറത്തിലേക്ക് നമുക്ക് ഇതുപോലെ എല്ലാ പൂവും ഇതുപോലെ വാരിയിട്ടിട്ട് ഇതിൻ്റെ കായും കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു കായും ഈ ഒരു പൂവും കൂടി നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കുക. ഉണക്കിയിട്ട് നമ്മൾ ആ ഉണക്കുന്നതിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ നമ്മുടെയൊക്കെ വീടിനൊക്കെ മുറ്റത്ത് നിൽക്കുന്ന ചെമ്പരത്തി പൂ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചെമ്പരത്തി പൂവും കൂടെ കൂടിയിട്ട് ഒരു 5-6 ചെമ്പരത്തി പൂവും അതുപോലെ നമ്മുടെ ഇതിൻ്റെ പൂവും പിന്നെ മൈലാഞ്ചിയുടെ ലീഫില അതുപോലെ നമ്മുടെ ഒരു മുരിങ്ങയുടെ ലീഫില. അപ്പോൾ ഈ 3-4 ഐറ്റം കൂടെ കൂടിയിട്ട് നമ്മളിതുപോലെ മുറത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ തേക്കുന്ന ഏത് എണ്ണയാണോ ആ ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലെണ്ണയിലേക്കാണെങ്കിൽ കുഴപ്പമില്ല, വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നമ്മളത് ഏകദേശം ഒരാഴ്ചയോളം നിങ്ങൾ ആ ഒരു എണ്ണയിലേക്ക് ഒരു പിടുത്തം മതി കേട്ടോ ഇട്ട് വെച്ചിട്ട് നിങ്ങളത് തലയിൽ തേക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് വളരും കേട്ടോ. ഇനി അത് മാത്രമല്ല ഈ മിക്ക വീടുകൾ അമ്മമാർ പറഞ്ഞേക്കാം കറിവേപ്പില നട്ടിട്ട് പിടിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ കറിവേപ്പില നട്ടിട്ട് പിടിക്കുന്നില്ല എന്ന് പറയുന്ന അമ്മമാർ ഇതുപോലെ ഈ ഒരു കായ നിങ്ങൾ കാണാറില്ലേ, ഈ കായാണ് കേട്ടോ കറിവേപ്പിലയുടെ വിത്ത്. അപ്പം വിത്ത് കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വിത്ത് കണ്ടോ, ഈ ഒരു വിത്ത് നമ്മൾ ചെടിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഉള്ളിത്തൊണ്ടോ അതുപോലെ വെളുത്തുള്ളിയുടെ ഒക്കെ തൊണ്ടോ മുട്ടത്തോടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടിട്ട് ഈ ഒരു വിത്ത് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മളത് ഡെയിലി നമ്മൾ വെള്ളം നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് കുഞ്ഞു തൈകൾ മുളയ്ക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തൈ നടുന്നതിലൊക്കെ എപ്പോഴും ബെറ്റർ നമ്മൾ ഇതുപോലെ ഈ ഒരു കായിട്ട് മുളപ്പിച്ചെടുക്കുന്ന തൈ ആയതുകൊണ്ട് നല്ല ബലത്തോടു കൂടി തന്നെ അത് വളരും കേട്ടോ. ഇനി ഈ ഒരു കറിവേപ്പില വെച്ചിട്ടുണ്ടല്ലോ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഡെയിലി നമ്മൾ ഒരു പിടുത്തം കറിവേപ്പിൻ്റെ ലീഫ് ഊർത്തിയെടുത്തതിന് ശേഷം വെളുത്തുള്ളി ചേർത്തിട്ട് അരയ്ക്കുക. ആ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഇത് അരച്ചതിന് ശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മളത് ചെറിയ ചൂടുവെള്ളത്തിലോ അത് പച്ചവെള്ളത്തിലോ നമ്മളത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്കാണെങ്കിൽ കൊളസ്ട്രോൾ നോർമൽ ആവാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അതുമാത്രമല്ല ഫാറ്റി ലിവറൊക്കെ ഉള്ള ആളുകൾക്ക് വയറ് സംബന്ധമായിട്ടുള്ള ഈ ഒരു ഭയങ്കരമായിട്ട് ഗ്യാസ് ട്രബിളൊക്കെ ഉള്ള ആളുകൾക്കും വളരെ നല്ലതാണ്. പിന്നെ ഈ ഒരു നമ്മൾ ഒരു കറിവേപ്പില അരച്ചതിന് ശേഷം മോരിലൊക്കെ ഇട്ട് കഴിക്കുകയാണെങ്കിലും നമ്മൾ ഒരു ദഹനക്കുറവൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ ഒരു യാത്ര ചെയ്യുമ്പോൾ ഛർദിയുള്ള കുട്ടികളൊക്കെ ആരിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുന്നേ നിങ്ങൾ മോര് സംഭാരം ഉണ്ടാക്കിയിട്ട് ഈ കറിവേപ്പില കുറച്ച് കൂടുതൽ അരച്ചിട്ട് നിങ്ങൾ ആ ഒരു സംഭാരത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് കുപ്പിയിലാക്കിയിട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് നമ്മളത് വണ്ടിയിലേക്ക് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ആ ഒരു വെള്ളം നിങ്ങൾക്ക് പൊട്ടൽ പോലെയൊക്കെ വരുന്ന ടൈമിലാണ് കഴിക്കുന്നതെങ്കിൽ ഛർദി വരത്തില്ല കേട്ടോ. വളരെ നല്ലൊരു കാര്യമാണ്, നിങ്ങളതങ്ങനെ ചെയ്ത് നോക്കട്ടെ. എനിക്ക് അനുഭവം ഉണ്ട്, വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് കറിവേപ്പിലേക്ക് ഇട്ട് എണ്ണ കാച്ചാനായിട്ട് മിക്കവരുടെയൊക്കെ പറമ്പിലൊക്കെ നിൽക്കുന്ന ഒന്നാണല്ലോ ഈ കാണുന്ന കേശവർദ്ധിനി എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ വിത്ത്. അപ്പോൾ ഈ ഒരു കേശവർദ്ധിനിയുടെ ലീഫ് അതുപോലെ കറിവേപ്പിൻ്റെ ഇലയുടെ ലീഫ് അതുപോലെ അല്പം ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് എണ്ണയിലിട്ടിട്ട് നമ്മൾ എണ്ണ കാച്ചിട്ട് തലയിൽ തെച്ചിട്ടുണ്ടെങ്കിൽ മുടി നല്ല രീതിയിൽ തന്നെ വളരാനായിട്ടും മുടിക്ക് നല്ല രീതിയിൽ കട്ട കറുപ്പാവാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ അകാലനരയൊക്കെ ഉള്ള ആളുകൾക്ക് ഇതുപോലെ നിങ്ങൾ കറിവേപ്പിൻ്റെ ലീഫ് അതുപോലെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് എണ്ണ കാച്ചി തേക്കുവാണെങ്കിൽ മുടി നല്ല ഗ്ലേസിങ് ആയിട്ട് നല്ല മുടിക്ക് നല്ല കറുപ്പും തിളക്കവും കിട്ടും. ഇനിയിപ്പോൾ ഈ ഒരു ചെടി നിങ്ങൾക്ക് കിട്ടില്ല എന്ന് വെച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. ഉള്ളവർ നിങ്ങളത് കറിവേപ്പില ഇട്ട് എണ്ണ കാച്ചുമ്പം നിങ്ങൾക്ക് ഇതിട്ടിട്ട് എണ്ണ കാച്ചുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇത് മാത്രമല്ല ഈ ഒരു മുടിക്കായൊക്കെ ഉള്ള കുട്ടികൾ അതുപോലെ ഈ ഒരു മുടിക്ക് പെട്ടെന്ന് വളരണം എന്നാൽ ഫാസ്റ്റായിട്ട് വളരണം എന്നൊക്കെ ഉള്ള കുട്ടികൾ ഇതിൻ്റെ ലീഫ് പച്ചനെ പറിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു കറിവേപ്പിൻ്റെ ലീഫും അതുപോലെ താരനൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നീമുണ്ടല്ലോ നമ്മുടെ ഒരു ആര്യവേപ്പിൻ്റെ ലീഫും കൂടെ ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ അരയ്ക്കുക. അരച്ചതിന് ശേഷം താരനൊക്കെ ഉള്ള ഭാഗത്ത് ഓട്ടിയിലൊക്കെ അരച്ച് താളി പോലെ അരച്ച് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരാനായിട്ടും അതുപോലെ താരം മാറാനൊക്കെ ആയിട്ടും വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തലയിൽ മുടിക്ക വരുന്ന കുട്ടികളുണ്ടല്ലോ, നനഞ്ഞ മുടി കെട്ടി വെക്കുന്ന കുട്ടികൾ, മുടിക്ക പെട്ടെന്ന് വരുന്ന കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടെങ്കിൽ കറിവേപ്പിൻ്റെ ലീഫ് നമ്മൾ വെള്ളം തിളപ്പിക്കുക. ആ കറിവേപ്പിൻ്റെ ലീഫ് ഇട്ട വെള്ളത്തിൽ തല കഴുകിയിട്ടുണ്ടെങ്കിൽ മുടി ഫാസ്റ്റായിട്ട് വളരാനും ആ മുടിക്ക തലമുടിയിൽ നിന്ന് ഊർന്ന് പോരാനായിട്ടും വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതുപോലെ നമുക്ക് ഇതുപോലൊക്കെ കുറച്ച് കറിവേപ്പിലൊക്കെ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് സൂക്ഷിക്കാനായിട്ട് നമ്മളിതുപോലെ എല്ലാ ലീഫുകളും മടത്തിയെടുത്തതിന് ശേഷം നമുക്ക് വാഴയുടെ ഇലയിൽ പൊതിഞ്ഞതിന് ശേഷം നമുക്ക് ടിന്നിലേക്ക് ഇട്ടിട്ട് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ 2 മാസം ഇരുന്നാലും അത് കേടാവാതിരിക്കും. അപ്പം ഈ കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകൾ ഈ ലീഫ് നിങ്ങളത് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ കൂടുതൽ ഈ ഒരു ലീഫ് ഇട്ടിട്ട് തേങ്ങയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ കൂടുതലിട്ടിട്ട് അരച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കുറയാൻ വളരെ നല്ലതാണ്. ദഹനക്കുറവുള്ള കുട്ടികൾക്കും എല്ലാവർക്കും വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഡെയിലി നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ തന്നെ കറിവേപ്പിലയും അതുപോലെ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നിങ്ങൾ രാവിലെയും രാത്രിയും കുടിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ കുറയാനായിട്ട് വളരെ നല്ലതാണ്. ഗ്യാസ് ട്രബിൾ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്കും വളരെ നല്ലതായിരിക്കും കേട്ടോ.
അപ്പോൾ ഈ ഒരു കറിവേപ്പിൻ്റെ ലീഫിനെ കുറിച്ചിട്ടുള്ള ഇത്ര ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളിലേക്കും അമ്മമാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. ബൈ.